നമസ്കാരം. ഇപ്പോ ബിഗ് ബോസ് വീട്ടിനകത്ത് സത്യം പറഞ്ഞാൽ കുറെ കൂറകളാണുള്ളത് എന്ന് ഞാൻ പറയും. ഒരു നിലവാരമില്ലാത്ത കുറെ എണ്ണമാണ് അവിടെ ഉള്ളത് എന്നുള്ളത്. ടോക്സിസിറ്റി വാരി വിതറുകയാണ്. ഇത്രയും സീസണുകളിൽ ഏറ്റവും കൂടുതൽ ടോക്സിസിറ്റി ഇപ്പോൾ ഉണ്ടാകുന്നത് ഈ സീസണിലാണെന്ന് എനിക്ക് തോന്നുന്നു. കുറെ കൂറകൾ, വീട്ടിലിരിക്കുന്നവരെ വിളിക്കുക, കുറെ വൃത്തികേടുകൾ കാണിക്കുക, ഉമ്മ വെക്കുക, ഡ്രസ്സിംഗ് റൂമിൽ പോകുക, തുണി പൊക്കി കാണിക്കുക, ജട്ടി അടി, നിന്റെ തുണി ഞാൻ പൊക്കിയെന്ന് പറയുക, നീ ബാത്റൂമിൽ വന്ന് ഞാൻ നിനക്ക് ബോഡി ഷോ കാണിച്ചു തരാൻ, അമ്മാതിരി സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഷോ ആണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ എണ്ണം, ഒരു പേരിന് പോലും അവിടെ നല്ലതെന്ന് പറയാൻ ഒരു തെണ്ടികളും ഇല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മനസ്സിലായോ? എന്ത് ഷോയാണ്, ഷോയ്ക്ക് റേറ്റിംഗ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ശരിയുണ്ട്. പക്ഷെ ഒരു വിന്നിംഗ് മെറ്റീരിയൽ ആയിട്ട് കൊള്ളാം, ഈ പറയുന്ന കണ്ടസ്റ്റന്റിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം, അയാൾ ജെന്യുവനാണ്, കൃത്യമായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, അവന്റെ നിലപാടിൽ അവൻ ഉറച്ചു നിൽക്കുന്നുണ്ട്, അവൻ കള്ളത്തരങ്ങൾ പറയുന്നില്ല എന്നെടുത്ത് പറയാൻ തരിക്ക് പോലും ഒരൊറ്റ എണ്ണമില്ല അതിനകത്ത്. എല്ലാം കുറെ കൂറകൾ മാത്രമാണ് ഇതുവരെ ഇതിനകത്തുള്ളത്. ഒരൊറ്റ എണ്ണം, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഒരൊറ്റ എണ്ണ അതിനകത്തില്ല. എല്ലാം വേസ്റ്റുകളാണ്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന കുറെ വേസ്റ്റുകൾ. നാക്കെടുത്തു കഴിഞ്ഞാൽ സ്വന്തം വീട്ടുകാരെയും മറ്റതും മറിച്ചതും ഒരു ലൈസൻസും ഇല്ലാതെ തെറി വിളിക്കുകയും ഈ പറയുന്ന എന്താണ് പറയുക, വീട്ടുകാരെ പറയുന്ന കുറെ എണ്ണം. മിനിറ്റ് വെച്ച് കള്ളം പറയുന്നവൻ, ഈ പറയുന്ന പിന്നെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള പേരിൽ പല നമ്മുടെ പരിശുദ്ധമായ ബന്ധങ്ങളെ മറയാക്കിക്കൊണ്ട് അവിടെ വളരെ വൃത്തികെട്ട വേലകൾ കാണിക്കുന്ന മറ്റു ചിലർ അവസരം മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, നക്കുക, ഒറിഞ്ചുക എന്നുള്ള കലാപരിപാടിയുള്ള ഒരു സൈഡിൽ മറ്റൊരു വേൾഡിൽ, മറ്റൊരു പ്ലാനറ്റിൽ രണ്ടെണ്ണം. മനസ്സിലായോ? പിന്നെ കുറെ എണ്ണം ഒരു റൂമിൽ ഇരുന്നുകൊണ്ട് പരദൂഷണം മാത്രം പറയുന്ന മറ്റു ചിലർ. പിന്നെ ഒരാൾ നാക്കെടുത്ത കള്ളം മാത്രം പറയുന്ന, തന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അത് തന്നെ പ്രാവർത്തികമാക്കുന്ന മറ്റൊരെണ്ണം. അങ്ങനെ ടോട്ടലായി നോക്കിയാൽ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് മരവാഴകളുമുണ്ട്. നല്ല പൊക്കമുണ്ട്, വാഴ പോലെ ഇങ്ങനെ. ഇനി കുലച്ചാൽ മാത്രം മതി. ഇനി വാഴക്കുലയും കൂടി വന്നു കഴിഞ്ഞാൽ റെഡിയാവും. അമ്മാതിരിയുള്ള കുറെ എണ്ണം, 10-14 എണ്ണം പക്ക വേസ്റ്റ് ആയിട്ടുള്ള അവിടെ കിടപ്പുണ്ട്. ഒരൊറ്റ എണ്ണം പോലും ഈ സീസൺ ജയിക്കാനുള്ള വിന്നിംഗ് മെറ്റീരിയലേ അല്ല. ഇനി വരുന്ന വൈൽഡ് കാർഡുകൾക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. കാരണം അവിടെ ഇല്ല, അവിടെ ഒരുത്തനും ഇല്ല, ഒരൊറ്റ എണ്ണമില്ല. ഞാൻ റിവ്യൂ പറയുമ്പോൾ ഞാൻ ജെന്യുവൻ ആയിട്ട് റിവ്യൂ പറയും. ഈ പറയുന്ന കള്ളം പറയുന്നവരെയൊന്നും ഈ കള്ളത്തരം പറഞ്ഞ് നാഴികയ്ക്ക് 40 വട്ടം ചെറിയ കള്ളമാണെങ്കിൽ പോട്ടെ, അമ്മാതിരി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. എനിക്കത് ഇഷ്ടവുമല്ല. എനിക്ക് ജെന്യുവനായി കളിച്ച് കള്ളങ്ങളോ മറ്റതോ അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറയാം, അങ്ങനെയുള്ളവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇപ്പോ നിലവിൽ ആ വീട്ടിൽ ആരും വൈൽഡ് കാർഡുകൾ വരണം, അവർക്കുള്ളതാണ് ഈ കപ്പെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്കുള്ളതായിരിക്കും മിക്കവാറും ഈ കപ്പ്. കാരണം ഇപ്പോഴുള്ള എല്ലാം വേസ്റ്റുകൾ, എല്ലാം അലവലാദികളാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു തേർഡ് ക്ലാസ് എന്ന് നിങ്ങളതിനെ പറഞ്ഞല്ലോ, തേർഡ് ക്ലാസ് എന്ന് പറയുന്ന ജാൻമണി പറഞ്ഞില്ല, അതുപോലെ തേർഡ് ക്ലാസ്സുകളാണ് നിങ്ങൾ എല്ലാവരും എന്ന് പറയേണ്ടതായിട്ട് വരും. അമ്മാതിരി കൂറ കണ്ടസ്റ്റൻസിലാണ് ഇപ്പൊ അതിനകത്ത് കിടക്കുന്നത്. നമ്മുടെ ജാസ്മിന്റെ ചാളം 7 വർഷം ഇന്ന് കാണാൻ സാധിച്ചു. ജാസ്മിൻ ആരാണെന്ന് ഇന്ന് നമുക്ക് വ്യക്തമായി കാണിച്ചു തരുന്ന ഒരു എപ്പിസോഡായിരുന്നു. ജാസ്മിൻ ഉറഞ്ഞു തുള്ളി. മനസ്സിലായ? തന്തയില്ലാത്തവന്മാരെ തന്തയില്ലാത്തവരെ അവിടെയുള്ളവരെല്ലാരെയും വിളിച്ചു ജാസ്മിൻ. അപ്പൊ ഇന്ന് എപ്പിസോഡ് തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ ജാസ്മിന്റെ അടിവസ്ത്രത്തിന്റെ പ്രശ്നമായിട്ടാണ്. ജാസ്മിൻ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് അവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്ന സമയത്ത് ജാസ്മിന്റെ അടിവസ്ത്രവും മറ്റു പലതുമായിട്ട് ലിവിംഗ് ഏരിയയുടെ സൈഡിലേക്ക് വെക്കുന്നു. ഇവിടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയ മറ്റൊന്നിനുമല്ല, അവർക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആദ്യം ശിക്ഷ കൊടുത്ത ആർക്കാണ്? ഗബ്രി, ആ പറയുന്ന മണിയടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രിക്ക് ഒരു ശിക്ഷ കൊടുക്കുന്നു. അടുത്ത ശിക്ഷ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ജിൻഡോയ്ക്കാണ്. ജിൻഡോ എന്ത് ചെയ്തു, ഈ പറഞ്ഞ നമ്മുടെ തുറപ്പയില്ലയോ, തൂക്കുന്ന ചൂല് കത്തി കൊണ്ട് കട്ട് ചെയ്തു, മറ്റത് മറിച്ചെന്നുള്ള ആ ഒരു ആർഗ്യം നടക്കുന്ന സമയത്ത് ഇത് തിരിച്ചു വിട്ടുകൊണ്ട് നമ്മുടെ ജിൻഡോ പറയുന്നത്, ആ കണ്ടോ ഒരുത്തി ഇവരുടെ അടിവസ്ത്രം ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടിവസ്ത്രം കൈകൊണ്ടെടുത്ത് പൊക്കി അതിനെ അവരൊരു ഷോ ആക്കാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. അപ്പോ ജിൻഡയുടെ കേസ് പറയാം, ജിൻഡ എപ്പോഴും ഇതുപോലുള്ള കള്ളങ്ങൾ, ഇതുപോലുള്ള സംഭവങ്ങൾ കണ്ടുപിടിക്കാനും അതിനെ എടുത്ത് പുറത്തിടാനുമാണ് ജിൻഡ ശ്രമിക്കാറ്. എപ്പോഴും ജിൻഡോ അങ്ങനെ തന്നെയാണ്. ജിൻഡോ ആരടുത്ത് ഇപ്പൊ ഒരു ഉത്തമ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അതിനെ പ്രോത്സാഹിപ്പിക്കും. നീ ചെയ്തത് കുഴപ്പമില്ല, അത് വേറെ വിഷയമൊന്നും ഇല്ല എന്ന് വെച്ചാൽ അത് മനസ്സിൽ വെച്ചിട്ട് അവസരം വരുമ്പോൾ അതിനെ എടുത്തിടും. വേണമെങ്കിൽ ആ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
അവരെ എന്ത് ചെയ്യും, പ്രോത്സാഹിപ്പിക്കും. ഇവിടെ വാഷ് ബേസിൽ അല്ലെങ്കിൽ ആ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് തുപ്പിയപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പിന്നീട് അതിനെ ഒരു ആയുധമാക്കി എടുക്കുകയും ചെയ്യുന്നതാണ് ഈ പറയുന്ന ഗബ്രിയുടെ ജോലി. നമ്മുടെ ജിൻഡയുടെ പണി. അപ്പൊ ജിൻഡ എന്ത് ചെയ്തു, ജിൻഡയ്ക്ക് വന്ന പണി മാറ്റിവിടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സാധനം എടുത്തു. അവിടെ ഭദ്രകാളിയായിട്ട് ഉറഞ്ഞു തുള്ളുന്നു നമ്മുടെ വാളമേറിയ വെർഷൻ കൊണ്ടുവന്ന നമ്മുടെ ജാസ്മിൻ ജാഫർ. എന്റെ അടിവസ്ത്രം നീ എന്തിന് കൈകൊണ്ട് തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചു വരുന്ന ജാസ്മിൻ ഈ പറഞ്ഞ ഒരു കാര്യം ജിൻഡ പറഞ്ഞത് ശരിയാണ്. ഈ പറയുന്ന ഡ്രസ്സുകൾ ആ സൈഡിൽ കൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല. നീ ഒന്നാമത് കുളിക്കൂലെന്ന് അവിടെ ഓപ്പൺ ആയിട്ട് നീ പറഞ്ഞോട്ടെ, ഞാൻ 3-4 ദിവസത്തിനകമേ കുളിക്കത്തുള്ളൂ എന്ന് നീ പറഞ്ഞു കഴിഞ്ഞു. നിന്റെ കാമുകനായ അവൻ വരെ പറഞ്ഞു നീ പോയി കുളിക്കുക നാറുന്നു എന്നുള്ളത്. മനസ്സിലായോ? അപ്പോ അങ്ങനെയുള്ള നീ 2 അല്ലെങ്കിൽ ആഴ്ചയിൽ നീ 1-2 കുളിക്കുന്നു എന്ന് പറയാൻ നമ്മൾ വിചാരിക്കും നീ ഒരു 4 ദിവസത്തിൽ ഒരിക്കലായിരിക്കും കുളിക്കുന്നത്. ഈ 4 ദിവസത്തിൽ ഒരിക്കൽ കുളിക്കുന്ന നീ നിന്റെ അടിവസ്ത്രങ്ങൾ കൊണ്ട് അവിടെ വെക്കുമ്പോൾ ഒബ്വിയസ്ലി അവിടെയുള്ളവർക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ നിനക്ക് വേണമെങ്കിൽ അതിനകത്ത് മാറ്റിവെക്കുക. നീ പറയുന്ന ഒരു ന്യായം എന്താണ്, ഈ പറഞ്ഞതുപോലെ എന്താണ്, മീറ്റിംഗ് വിളിച്ചപ്പോൾ പെട്ടെന്ന് കൊണ്ടുവച്ചു. അവിടെ വലിയ ബിഗ് ബോസ് ഒന്ന് വിളിച്ച മീറ്റിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവയ്ക്കാം. ഇനി അതൊരു വലിയ തെറ്റാണോ എന്ന് ചോദിച്ചാൽ അത് വലിയ തെറ്റാണെന്നും പറയാൻ പാടില്ല. വേണമെങ്കിൽ നമുക്കൊരു തെറ്റായിട്ട് എടുത്തിടാം, പക്ഷെ ഇതൊരു വലിയ തെറ്റായിട്ട് നമുക്ക് കാണാനും സാധിക്കില്ല. ഇവിടെ ജിൻഡോ അതിനൊരു വലിയൊരു തെറ്റായിട്ട് കണ്ടുകൊണ്ട് ഓവർ സ്മാർട്ട് കളിക്കാൻ വേണ്ടി, അതായത് തനിക്ക് നേരെ വന്ന ആരോപണം മാറ്റിക്കൊണ്ട് ആരോപണം ഇവളുടെ മേലിലേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നു. ജിൻഡോയ്ക്ക് അവിടെയുള്ള വീട്ടുകാർക്ക് മൊത്തം ഒരു വിരോധമാണ്. ജിൻഡോ ഒറ്റയും ബാക്കിയുള്ള വീട്ടുകാരെല്ലാം ഒറ്റക്കെട്ടായിക്കൊണ്ട് ജിൻഡോയ്ക്ക് നേരെ ഫയർ ചെയ്യുന്നു. ഈ സമയത്ത് ജാസ്മിന്റെ യഥാർത്ഥ രൂപം, ജാസ്മിൻ എന്താണെന്നുള്ള യഥാർത്ഥ രൂപം സ്വഭാവം കൊണ്ട് നമുക്കറിയാം. വളരെ വൃത്തികെട്ട സ്വഭാവമാണെന്നും ഈ പറയുന്നില്ല എന്താണ്, പല പ്രാവശ്യവും നമ്മൾ പലതും കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് നമ്മുടെ നാക്ക് തന്നെ കടക്കിയെന്നല്ലാതെ അവരത് നിർത്താൻ പോകുന്നില്ല. അവരെ ഓരോ സ്റ്റെപ്പുകളിലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് അവർ തമ്മിൽ എന്തോ കോൺവെർസേഷൻ നടന്നിട്ടുണ്ട്. അത് ബിഗ് ബോസ് കട്ട് ചെയ്ത് കാണിച്ച് കളഞ്ഞു എന്നാണ് എന്റെ ഒരു ഇത്. കാരണം പ്രേമപരവശനായി തന്റെ പ്രേമം പറഞ്ഞ ഗബ്രി ഇപ്പോൾ അത് പറയുന്നതായിട്ട് കാണുന്നത്. ഇപ്പൊ അവർ വീണ്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് ലൈനിൽ പിടിച്ചുകൊണ്ടു പോകുന്നു. അപ്പോൾ ബാത്റൂമിൽ വെച്ചോ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചോ ഇവരെന്തോ കൈമാറിയിട്ടുണ്ട്. ശരി, ഓക്കെ. ഇവിടെ പൊട്ടിച്ചിതറിയ അല്ലെങ്കിൽ പൊട്ടി അലർന്ന ജാസ്മിൻ പറയുന്നു, ഓരോരുത്തരും എന്റെ അടുത്ത് വരുന്ന നീയൊക്കെ പൊട്ടിച്ച് കൈ തരുന്ന അങ്ങനെയുള്ള രീതിയിൽ ഈ പറയുന്ന ചാളമേരിയുടെ വെർഷനിൽ ഒരു തന്തയില്ലാത്തവനും എന്റെ അടുത്ത് കളിക്കാൻ വരരുത് എന്ന് ആക്രോശിച്ചുകൊണ്ട് ജാസ്മിന്റെ ആ പൊട്ടിത്തെറി കണ്ട് ഞെട്ടിപ്പോയ പ്രേക്ഷകരാണ്. കാരണം ഇതാണ് ജാസ്മിൻ എന്ന് തിരിച്ചറിവ് കൂടിയാണ് പ്രേക്ഷകർക്ക് ഉണ്ടായത്. കുറച്ചു പേരെങ്കിലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഒരു സംഭവം കൂടി കാണുമ്പോൾ അവർക്ക് തൃപ്തിയാകും. മനസ്സിലായോ? അപ്പോ ഇതിന്റെ ഇടയിൽ ജാസ്മിൻ പറയുന്ന മറ്റൊരു സംഗതിയുണ്ട്. ജാസ്മിൻ ഇവിടെ മറ്റൊരു വലിയൊരു സംഭവം എടുത്തിടുന്നുണ്ട്. അതായത് ജാസ്മിനും ഈ പറയുന്ന ഗബ്രിയുമായിട്ട് നമ്മുടെ ആ ഡ്രസ്സിംഗ് റൂമിലുള്ള ഇൻസിഡന്റില് ജിൻഡോ പറഞ്ഞു എന്ന് അല്ലെങ്കിൽ ആരോ പറഞ്ഞു. അതായത് നിങ്ങൾ ഒരാളെ ഡ്രസ്സ് മാറാൻ പോയ സമയത്ത് പോയിരുന്ന് കണ്ടതിനെയും കാട്ടി വലുതല്ലല്ലോ. അതായത് ജാസ്മിൻ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് ഡ്രസ്സിംഗ് റൂമിൽ പോകുന്നു, അതിന്റെ ഫ്രണ്ടില് കസാര ഇട്ടുകൊണ്ട് നമ്മുടെ കാമുകൻ ഇരുന്ന് കാണുന്നു. അതിനെയും കാട്ടിയും വലുതല്ലല്ലോ ഞാൻ എന്ത് ചെയ്തത്, ഇത് എന്തോ ഇത് ചെയ്തു എനിക്ക് തോന്നുന്നു ചൂലിന്റെ ഇത് കട്ട് ചെയ്തോ അങ്ങനെ എന്തോ ആണ്. അത് ആരോ പറഞ്ഞതായിട്ട് നമ്മുടെ ജാസ്മിൻ അറിയുന്നു. ജാസ്മിൻ നേരെ വന്നിട്ട് ജിൻഡോയുടെ ചോദിക്കുന്നു. ജിൻഡോ അവന്റെ തനി സ്വഭാവം പുറത്തെടുത്തുകൊണ്ട് ജിൻഡോ അതിനെ എന്ത് ചെയ്യുന്നു, ഖണ്ഡിക്കുന്നു. ഞാനല്ല അത് പറഞ്ഞതെന്ന് ജാസ്മിന്റെ അടുത്ത് പറയുകയും എന്ന് പറയുക മാത്രമല്ല, അത് പറഞ്ഞത് നോറയും ശരണ്യോ അതോ അപ്സരയാണ്. നോറയും ശരണ്യയുമാണ് തന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ ഒരു മൊട്ടൻ കള്ളം ആരെടുത്ത് പറയുന്നുണ്ട്. ഈ പറയുന്ന ജാസ്മിന്റെ അടുത്ത് പറയുകയും ഒരു സത്യം ചെയ്ത് വാങ്ങുകയും ചെയ്താണ്. ഞാൻ ഈ പറഞ്ഞ് വേറെ ആരടുത്തും ചോദിക്കരുത് എന്നൊരു സത്യം ചെയ്ത് വാങ്ങുകയും ചെയ്തു. ഇവിടെയാണ് എനിക്ക് ഈ പറയുന്ന ജിൻഡയോട് വിരോധം. ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ജിൻഡയെ സപ്പോർട്ട് ചെയ്യാത്തത്. ഇതുപോലുള്ള മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഇമാതിരി കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഗെയിം കളിക്കുന്ന ഒരാളെ ജയിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കളിക്കുമ്പോൾ ജെന്യുവനായിട്ട് കളിക്കണം. കള്ളം പറഞ്ഞുകൊണ്ടല്ല ജയിക്കാനുള്ളത്, ജെന്യുവനായിട്ട്. ഇതുവരെ ഇത്രയും സീസണുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ടോപ്പിൽ വന്നിട്ട് ജെന്യുവനായിട്ട് കളിച്ചുകൊണ്ടാണ്. മനസ്സിലായോ? കള്ളങ്ങൾ നമ്മൾ പറയാം, ചിലപ്പോൾ അബദ്ധവശം നമുക്ക് മറന്നു പോവാം. ഇത് പർപ്പസ്ഫുള്ളി ഇതുപോലുള്ള കള്ളങ്ങൾ പറഞ്ഞ് പ്രേക്ഷകരെ പറ്റിച്ച് അവരെയും പറ്റിച്ച് ജയിക്കുന്നവരെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നുള്ളതാണ് എന്റെ സ്റ്റാൻഡ്. അപ്പോ ഇവിടെ ജിൻഡോ വരെ കള്ളങ്ങൾ പൊളിയുന്നു. മനസ്സിലായോ? ജിൻഡോ എന്നിട്ടും പറയുന്നു
ഇത് എവള് പറഞ്ഞ ഇതല്ലേ ഉള്ളൂ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ജിൻഡോ പറയുന്നു. എന്നിട്ട് ജിൻഡോ അവരുടെ അടുത്ത് ചോദിക്കുന്നത് മറ്റൊരു കാര്യം, നീ പറയണ കേട്ടതും നിന്റെ അടിവസ്ത്രം ഞാൻ പൊക്കി, നിന്റെ തുണി പൊക്കി നോക്കിയതല്ലേ എന്നുള്ള തരത്തിലല്ലേ നീ സംസാരിച്ചത് എന്നുള്ള വേർഡ് അവിടെ പറയുന്നുണ്ട്. നീ പറയണ കേട്ടതും നിന്റെ തുണി പൊക്കി നോക്കിയതല്ലേ എന്നുള്ള വേർഡ് ആര് പറയുന്നുണ്ട്? ഈ പറയുന്ന ജിൻഡോ പറയുന്നുണ്ട്. ഞാൻ ഇപ്പോഴേ എഴുതരാം, ജിൻഡോ പുറത്താകാൻ പോകുന്നത്, ജിൻഡോ മുഖ്യമാർക്ക് പുറത്താകാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതൽ. അത് ഈ പറഞ്ഞ DFK, നമ്മുടെ സീസൺ 3 DFK എങ്ങനെ പുറത്തായി അമ്മാതിരി ആയിരിക്കും ജിൻഡോ പുറത്താകാൻ കാരണം. അതൊരു ഫിസിക്കൽ അറ്റാക്ക് ആയിരിക്കില്ല, നാക്ക്, ജിൻഡോയുടെ നാക്കെന്ന്. ജിൻഡോ ഇന്ന് ഒരുപാട് മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാടെണ്ണം പറഞ്ഞിട്ടുണ്ട്. അത് ഇനി ആവർത്തിക്കാം. ജിൻഡോ കുറെ നേരം ഈ പറയുന്ന ഫയർ ആവുമ്പോൾ അല്ലെങ്കിൽ അവനെ കുറച്ച് പ്രൊവോക്ക് ചെയ്യുമ്പോൾ അവന്റെ നാക്കിൽ നിന്ന് വരുന്ന സംഭവങ്ങൾ നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ് എന്ത് ചെയ്തത് ജിൻഡോ ഇപ്പൊ പറഞ്ഞത് തന്നെ. നിന്റെ തുണിയല്ലല്ലോ ഞാൻ പൊക്കി നോക്കി. ഇത് ആദ്യം ഇങ്ങനെ പറഞ്ഞത്, നിന്റെ തുണിയല്ലല്ലോ ഞാൻ പൊക്കി നോക്കി, നീ അങ്ങനെയല്ലേ നീ പറഞ്ഞതെന്നാണ് ആര് പറഞ്ഞത്? പിന്നീട് ജിൻഡോ ജാസ്മിനോട് ജാസ്മിൻ പറയുന്നത്, തുണി പൊക്കി നോക്കിയത് നീ നിന്റെ വീട്ടിൽ പോയി പറയടാ എന്ന് പറയുന്ന ജാസ്മിനോട് ഒരു കാര്യം പറയില്ല. നീയൊക്കെ കാണിക്കുന്നത്, നീ കടന്ന് വലിയ മറ്റേ അട്ടഹസിക്ക് എടുക്കുകയെന്ന് ചെയ്യണ്ട. നീ ഇതിനെയും കാട്ടി തെണ്ടിത്തരമാണ് നീ കാണിക്കുന്നത്. ജിൻഡോ പറയല്ല, ഒരു തരത്തിൽ ശരിയാണ്. നീ എന്തിനാണ് ഈ പറയുന്ന ഡ്രസ്സിംഗ് റൂമിൽ പോയി ഇരുന്നത്? ഒരു പെൺകുട്ടികൾ ഡ്രസ്സിംഗ് റൂം മാറുന്ന സ്ഥലത്ത് എന്തിനാണ് ഈ പറയുന്ന നമ്മുടെ പിന്നെ കാമുകം പോയിരുന്നത്? എന്തിനാണ്? അപ്പം അതിന് അങ്ങനെ ഒരു അർത്ഥവും ഉണ്ട്. പക്ഷേ നമ്മളവിടെ ഒരു ഈ പറയുന്ന ഒരു ഇതുപോലത്തെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആകുമ്പോൾ അവിടെയൊക്കെ ഒരു സംയമനം പാലിക്കണം. അതുകൊണ്ട് ഈ പറയുന്ന ജാസ്മിൻ ഇപ്പൊ എന്തെന്ന് പറയുമ്പോ ഇവരുടെ റിലേഷൻ, അതായത് ജാസ്മിന്റെ ഗെയിം പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻ അത് റോങ് ആണെന്ന് ജാസ്മിന് കൃത്യമായിട്ടറിയാം. ആരെങ്കിലും അതിൽ മേലൊരു വിരലെങ്കിലും ചൂട്ടിക്കഴിഞ്ഞാൽ അവിടെ പൊട്ടിത്തെറിക്കുക എന്നുള്ളത്, എന്നിട്ട് അവിടെ ഒരു സദാചാരം കൊണ്ടിടുക. മനസ്സിലായി? അവിടെ പൊട്ടിത്തെറിച്ച് അവരിനി അതിൽ മേൽ ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നുള്ള രീതിയിൽ ജാസ്മിനെ എടുത്തടിക്കും. അതിനു വേണ്ടിയിട്ട് ജാസ്മിൻ എന്തും പറയും. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കവല ചട്ടമ്പിയെ പോലെ ജാസ്മിൻ ഉറഞ്ഞു തുള്ളും. മനസ്സിലായോ? ഇതിനൊക്കെ തടയിടാൻ വേണ്ടിയിട്ട് ഇനി ആര് വരണം? വൈൽഡ് കാർഡുകൾ വരണം. വൈൽഡ് കാർഡുകൾ വരുന്നുണ്ട്, ചെറിയ വൈൽഡ് കാർഡൊന്നുമില്ല. ഇനി ഇവിടെ അടുത്ത് സംഭവിച്ചത്, തന്റെ കാമുകിക്ക് നേരെ നിരന്തരം ആരോപണം മുഴക്കുന്ന ആരെ? നമ്മുടെ ജിൻഡോയോടുള്ള വെറുപ്പ് ഒരുപാട് കൂടി നമ്മുടെ ഗബ്രി എന്ത് ചെയ്യുന്നു? അവിടെ ഒരു നല്ലൊരു കാർഡ് ഇറക്കുന്നു. ആർക്കെതിരെ? ഈ പറയുന്ന പിന്നെ നമ്മുടെ ജിൻഡോയ്ക്കെതിരെ ഒരു വൃത്തികെട്ട കാർഡ് എടുക്കുന്നത് മറ്റൊന്നുമല്ല, മെൻ കാർഡ് എടുക്കുന്നുണ്ട്. അതായത് ജിൻഡോ എന്നെ ലൈംഗിക ചുവയോടുകൂടി നോക്കിയെന്നും ജിൻഡോയുടെ ടച്ചിങ്ങും ഈ പറയുന്ന പിടിക്കലും എല്ലാം മറ്റൊരു അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞൊരു വലിയൊരു ആരോപണം ആര് കൊണ്ടിടുന്നു? ഈ പറയുന്ന നമ്മുടെ ഗബ്രി കൊണ്ടിടുന്നു. എനിക്ക് ബാഡ് ടച്ചും ഗുഡ് ടച്ചും എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്നുമുള്ള വലിയൊരു ആരോപണം ആരിടുന്നു? ഗബ്രി ഇടുന്നു. ഗബ്രിയുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, ഇത് കേട്ട് ഇവൻ പ്രൊവോക്കായി എന്താണ്, ഇവൻ എന്തെങ്കിലും കടുങ്കോയി ചെയ്യുകയും ഈ പറയുന്ന രതീഷും നമ്മുടെ ആര് പോയത് നമ്മുടെ റോക്കി ബായും പോയതുപോലെ ഇവനെ പുറത്താക്കണം. അതാണ് ഈ പറയുന്ന ആരുടെ ഐഡിയ? ഗബ്രിയുടെ ഐഡിയ. ഗബ്രി അത് പറയുകയും കൂടി ചെയ്തു. ഞാൻ കൂടുതൽ പ്രൊവോക്കായി കഴിഞ്ഞാൽ ഇവൻ എന്തെങ്കിലും കൈവിട്ട് ചെയ്യും, അതോടുകൂടി ബിഗ് ബോസ് ഇവൻ എന്ത് ചെയ്യും? ഇവനെ എടുത്ത് പുറത്തെറിയും എന്നുള്ള ഒരു സംഭവം അവിടെ പറയുന്നുണ്ട്. മനസ്സിലാവും? ഗബ്രി ഒരു പരമാറി ഗെയിമാണ് അവിടെ ഇറക്കുന്നത് ജിൻഡോയെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. ജിൻഡോ ഈ പറയുന്ന കള്ളത്തരവും വാവിട്ട വാക്കും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ സൂപ്പർ ഗെയിമർ ആണെന്ന് ഞാൻ പറയും. പക്ഷെ ഇത് 2 കൊല്ലത്തോളം കാലം ഞാൻ ഒരിക്കലും നെവർ സപ്പോർട്ട് ചെയ്തില്ല. അടുത്തവർക്കൊരു ടാസ്ക് വരുന്നുണ്ട്, ബാറ്ററി ലോ എന്ന് പറഞ്ഞ ടാസ്ക്. നമ്മുടെ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്ന പാവ ടാസ്കിന്റെ സെയിം ആണ്. അവിടെ പാവയ്ക്ക് പകരം ഇവിടെ ഫോൺ ആയിരുന്നു എന്നുള്ളതാണ്. ഇവിടെ എല്ലാ ടീമുകളും ഗബ്രിയെയും ഈ പറയുന്ന ജാസ്മിനെയും ഒരിക്കലും ജയിപ്പിക്കരുത്, അവരൊരിക്കലും ജയിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ അവർ ഗൂഢാലോചന നടത്തുന്നു. പക്ഷേ അവസാനം ജയിച്ചത് അവിടെ ആരാണ്? ഗബ്രിയാണ് ജയിച്ചത് എന്നുള്ളത് മറ്റൊരു സത്യം. ഇവിടെ എന്ത് ചെയ്യുന്നു? അർജുൻ അവിടെ വേറൊരു കളി കളിക്കുന്നു. ഈ പറയുന്ന അർജുനും നമ്മുടെ റസ്മിനും കൂടി ചേർന്നുകൊണ്ട് നോറയുടെ ടീം, അതായത് നെക്സ്റ്റ് ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അർജുന് ഈ പറയുന്ന നോറയുടെ എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അതുപോലെ തന്നെ റസ്മിനും ഉണ്ട്. അവരെ ഈ പറയുന്ന നോറയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പല കളികളും കഴിക്കുന്നു. പക്ഷേ അവസാനം അതൊക്കെ തോൽവിയിലേക്ക്, അല്ലെങ്കിൽ പിന്നെ അർജുനൊക്കെ നേരത്തെ പുറത്താകുന്നു. അവസാനം വന്നപ്പോൾ ഈ പറയുന്ന
നമ്മുടെ ആരാണ് ജാസ്മിനും ഈ പറയുന്ന ഗബ്രിയും ജാസ്മിനും ഗബ്രി, ശരണ്യ, ഈ പറയുന്ന ആരാണ് മുടിയൻ, ഈ 4 പേരാകുന്നു. ഈ 4 പേരിലാകുമ്പോൾ അർജുൻ ഇടപെട്ടുകൊണ്ട് അവിടെ ഈ പറയുന്ന ഗബ്രി, അതായത് ശരണ്യയും ഈ പറയുന്ന മുടിയനുമായിട്ട് ഒരു ചെറിയൊരു ടൈപ്പ് ഉണ്ടാക്കുന്നു. നിങ്ങൾ എങ്ങനെയെങ്കിലും ഗബ്രിയെ പുറത്താക്കണം ടൈപ്പ് ഉണ്ടാക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, റസ്മിൻ അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും, എല്ലാവരും കൂടെ നിൽക്കുകയും അവിടെ ചെന്ന് പാര വയ്ക്കുകയും ചെയ്യുന്ന ഒരു പാരയാണ് റസ്മിൻ എന്താണ് ഈ പറയുന്ന നമ്മുടെ ജാസ്മിനോടും ഈ പറയുന്ന ഗബ്രിയോടും വളരെ ഫ്രണ്ട്ഷിപ്പ് കാണിക്കുകയെങ്കിലും അവൾക്ക് കൂറുള്ളത് ആരടുത്താണ്? ഈ പറയുന്ന നോറയുടെ അടുത്താണ്. അതായത് ഇവിടെ അവസാന ഘട്ടത്തിൽ ഇവൾ പതുക്കെ ചെന്നിട്ട് ആരടുത്ത് നമ്മുടെ ശരണ്യ അടുത്ത് പറയുന്നുണ്ട്, നമ്മുടെ നമ്മുടെ ജാസ്മിന്റെ ആ ഫോൺ അല്ലെ ഫോട്ടോ പതിച്ച ഫോൺ അങ്ങ് അറ്റത്താണ്, അത് നീ ആദ്യമേ പോയി എടുത്തു, ആദ്യം അങ്ങനെ ജാസ്മിനെ ഔട്ടാക്കാമെന്ന് പറയുന്നു. ആ രീതിയിൽ തന്നെയാണ് ശരണ്യ ഓടിച്ചെന്ന് ആ ഫോൺ എടുക്കുകയും പക്ഷേ ഗബ്രി അവിടെ അവൾ നിന്ന് തട്ടിപ്പറിക്കുകയും ചെയ്യുന്നു. അവസാനം എന്ത് ചെയ്യുന്നു, ഈ എല്ലാവരും കൂടെ കൊണ്ട് ഓടി വെച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുടിയൻ ഈ പറയുന്ന ശരണ്യയുടെ ഫോട്ടോ വെക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. അവിടെ വന്നപ്പോൾ മുടിയന്റെ ഓൾറെഡി 3 സ്ലോട്ടേ ഒഴിവുണ്ടായിരുന്നുള്ളൂ. അവിടെ 2 സ്ലോട്ടിൽ ആരൊക്കെ വെച്ചു? ഈ പറയുന്ന ഗബ്രിയും ഈ പിന്നെ ജാസ്മിന് 2 സ്ലോട്ട് വെച്ച് കഴിഞ്ഞു. പിന്നെ 1 സ്ലോട്ടേ ഉള്ളൂ. ശരണ്യയുടെ സ്ലോട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ യവൻ ഔട്ടാവും. അപ്പൊ അവിടെ വന്നപ്പോൾ ശരണ്യയുടെ മാറ്റിക്കൊണ്ട് അവിടെ എന്ത് ചെയ്തു? ഈ പറഞ്ഞതുപോലെ ഗബ്രി യവന്റെ ഫോട്ടോ തന്നെ, അതായത് നമ്മുടെ മുടിയന്റെ ഫോട്ടോ തന്നെ വെക്കുന്നു. ഇത് ശരണ്യക്ക് പിടിക്കുന്നില്ല. ശരണ്യ അവിടെ ഒബ്വിയസ്ലി ശരണ്യ കാണുന്നില്ലല്ലോ, ഒബ്വിയസ്ലി എന്നെ ചതിച്ചു എന്നുള്ള രീതിയിൽ ശരണ്യ സംസാരിക്കുന്നു. ഇവര് തമ്മിലുള്ള കോൺവെർസേഷൻ അല്ലെങ്കിൽ ഇവർ റൂമിനകത്തിരുന്ന് പറഞ്ഞ സംഭവങ്ങളെല്ലാം കുറച്ച് പൊടിക്കും തുങ്ങലൊക്കെ വെച്ച് അവിടെയും ഇവിടെയും തൊടാതെ ഈ പറയുന്ന നോറ വന്ന് മുടിയന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. മുടിയൻ അവിടെ കുരുപൊട്ടുന്നു. മുടിയൻ വന്ന് ശരണ്യ അടുത്ത് ചോദിക്കുന്നു, നിനക്കൊരു അങ്ങനെ ഒരു തോന്നലുണ്ടോ, ഞാൻ ചതിച്ചതായിട്ട് നിനക്കൊരു തോന്നലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമ്മുടെ ഈ പറയുന്ന ശരണ്യ പറയുന്നു, അതെ എനിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്, എനിക്കൊരു ചിന്തയുണ്ട് എന്ന് പറഞ്ഞു തരുന്നത്. പെട്ടെന്ന് തന്നെ മുടിയൻ റൈസ് ആവുന്നു. മുടിയൻ എന്തിന് ഇത്രയും റൈസ് ആയെന്ന് എനിക്കറിയത്തില്ല. മുടിയൻ എന്തിന് ഈ ഷോ കാണിച്ചെന്നും എനിക്കറിയത്തില്ല. ഈ ഇത്രയും ഷോ കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ മുടിയൻ എന്ത് ചെയ്യുന്നു, റൈസ് ആവുന്നു. ശരണ്യെ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങോട്ടും നല്ല പരസ്പരം വെടി പോടിയുന്ന മറ്റൊന്ന മറിച്ചെന്നൊക്കെ വിളിക്കുന്നുണ്ട്. അവിടെ അങ്ങനെ ഒരു പര്യവസാനമാകുന്നു. ഇനി നാളെ എനിക്കൊരു ടാസ്ക് കൂടെ ഉണ്ടാവും. ആ ടാസ്കിൽ ജയിക്കുന്നവരായിരിക്കും മിക്കവാറും പവർ ടീമിനെ അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവും. എന്തായാലും ഈ ആഴ്ച 4ൽ കൂടുതൽ വൈൽഡ് കാർഡുകൾ വരുന്നു. ഇനിയാണ് കളി മാറാൻ പോകുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇപ്പോഴുള്ള 14 പേരും വെറും പാഴികളാണ്. ഈ 14 പേരിൽ ഒരൊറ്റ എണ്ണം വിന്നിംഗ് മെറ്റീരിയൽ ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഈ ഇരിക്കുന്ന ആരും ജയിക്കാനും പോകുന്നില്ല. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.